മുല്ലപ്പള്ളി തറവാട്ടിലെ ഏറ്റവും ഇളയ കൊച്ചുമക്കളാണ്. ഏതൊരാഘോഷവും മധുരമില്ല. അടുത്തതായി നമ്മുടെ അമ്മയെ പൊന്നാട അണിയിക്കുന്നതിനായി അമ്മ കഴിഞ്ഞാൽ മുല്ലപ്പള്ളി തറവാട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയായ അമ്മയുടെ മൂത്ത സഹോദരിയുടെ മൂത്തപുത്രൻ രാമചന്ദ്രൻ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ നാട്ടിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പോകുന്നത് അമ്മയ്ക്ക് ഞാൻ ആദ്യം ആശംസകൾ കൊടുത്തതാണ്. എന്നാലും അമ്മ
നാലാള് കണ്ടോട്ടെ വെച്ചിട്ടാണ്. ഇപ്പൊ നാലാള് കാണുന്ന പരിപാടിക്കാണ് വൈറലാവാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ എവിടെ ഒരു രൂപ എവിടെ ഇതിപ്പോ ആ അമ്മയുടെ അടുത്ത് ഇരുന്നോളൂ. അമ്മ എഴുതാൻ അമ്മ ഒരു സമ്മാനം കൂടി ഒന്ന് കൊടുത്തോളൂ. ഇവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, കുറച്ച് പ്രായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ പേഴ്സിൽ വെച്ച് ആരെങ്കിലും ഗോൾഡ് കൊണ്ടിട്ട് നടന്നാൽ കുറച്ച് നോക്കൊന്നും വേണ്ടല്ലോ, സ്വർണ്ണം തന്നെയല്ലേ. ഇവിടെ വലതുപക്ഷം ഉണ്ടോ? കൂടെ ആള് വന്നിട്ടില്ല. അമ്മയൊക്കെ ഒന്നും കൊടുക്കാം. അവിടെ ഇരുന്നാ മതി. മേടിച്ചോളൂ. ഇപ്പോഴാണ് സ്വർണത്തിന്റെ വില, യഥാർത്ഥ വില മനസ്സിലായത്. ജീവിതത്തിൽ ഏമായിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഒരിക്കൽ അഹങ്കാരത്തോടുകൂടി പല്ലുകൾ നാവിനോട് പറയാണ്, ഞങ്ങളൊന്ന് അമർത്തി കടിച്ചാൽ നീ 2 കഷ്ണമായിട്ട് താഴെ കിടക്കും. പ്രായമായിട്ട്, പക്ഷെ ആള് ഇന്നും 18 പോലെ തോന്നുള്ളൂ. ഞാൻ 18 വയസ്സിൽ കാണുമ്പോൾ രാജുവേട്ട് അങ്ങനെ തന്നെ. ഇപ്പൊ എനിക്ക് 50 വയസ്സായി, ഇപ്പോഴും രാജുവേട്ട് അങ്ങനെ തന്നെ. അപ്പൊ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരാള് മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ ഒരിക്കൽ കൂടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അമ്മയ്ക്ക്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.